സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതം എന്ന് പറയുന്നത് ഇത്രയേയുള്ളൂ. ഓരോ ഖബറുകൾ കുഴിക്കുന്നതിലും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയ ഓരോ ജനാസകൾ കാണുമ്പോഴും മരണപ്പെട്ടവർക്കല്ല അതിൽ ഗുണപാഠമുള്ളത്, ബാക്കി ജീവിച്ചിരിക്കുന്ന നമുക്കാണ്. ഓരോ വാർത്തകളും, മരണ വാർത്തകളും അപകട വാർത്തകളും വരുമ്പോ, പുതിയൊരു വാർത്ത വരുമ്പോ നമ്മൾ അതൊക്കെ മറക്കും. അത്രയുള്ളൂ നമ്മുടെ ചിന്ത. നമ്മൾ നമ്മുടെ വിനോദങ്ങളിലേക്ക് പോകും, കളികളിലേക്ക് പോകും, കളിച്ചിരികളിലേക്ക് പോകും. ഓരോ മയ്യത്തുകളും അടക്കപ്പെടുമ്പോ, ജനാസകൾ പോകുമ്പോ നമ്മളോടും വിളിച്ചു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ നീയും അവരുടെ സമീപത്ത് പോയി കിടക്കേണ്ടവനാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഓർമ്മപ്പെടുത്തും സ്വന്തത്തോട് മരണത്തെപ്പറ്റി. കുല്ലും മ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകി നഅലിഹി. ഓരോ മനുഷ്യനും അവന്റെ വീട്ടിൽ ഇങ്ങനെ പ്രഭാതത്തിൽ സുഖമായി അവനിങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? വൽ മൗതു അദ്നാ മിൻ ശറാകി നഅലിഹി. അവൻ ധരിച്ചിട്ടുള്ള കാലിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം തൊട്ട് പിന്നിലുണ്ട്. അത്ര പെട്ടെന്നാണ് മരണം. പക്ഷേ ഇപ്പള്ളിയിൽ നിന്നാണ് ഇറങ്ങിയാൽ നമ്മൾ പിന്നെ വിനോദത്തിലേക്ക് പോകൂലേ? എന്താ ഞാനും നിങ്ങളും ഇങ്ങനെ? എന്തേ നമുക്ക് ഈ ചിന്ത മനസ്സിൽ നിലനിൽക്കാത്തത്? എന്തേ 1-2 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാം പിന്നെയും മറന്ന് നമ്മുടെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും തുടരുന്നതെന്തേ? അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കൂ ജനങ്ങളെ. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു പ്രതിഭാസം വരാനുണ്ട്. അൽ മൗത്ത്, അത് മരണമാണ്. എപ്പോഴാ മരിക്കാന്നറിയില്ല. ഞാനും നിങ്ങളും ഏത് സെക്കൻഡിൽ, എപ്പോൾ, എവിടെ വെച്ച്. പക്ഷേ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുതേ. റബ്ബിനോട് നമ്മൾ തേടുക, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സഹോദരങ്ങളെ, അതിനുവേണ്ടി ഒരുങ്ങുക. ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല മരണം വരിക. നനച്ചിരിക്കാതെ നമ്മെ തേടിയെത്തുന്നതാണ് മരണം. പോകാൻ റെഡിയായിക്കൊള്ളണം. സൽക്കർമ്മങ്ങൾ കൊണ്ട് തയ്യാറാവുക, ഈമാൻ കൊണ്ട് തയ്യാറാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.